Good afternoon, all. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, Good ma'am. afternoon. Okay, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Then last ക്ലാസ്സിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആണ് പഠിച്ചത്. അതിൽ ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് റേഡിയേഷൻ, കെമിക്കൽ മെത്തേഡ്സ്, പ്ലാസ്മ പൈറോളിസിസ്, ലാൻഡ് ഡിസ്പോസൽ. 6 മെത്തേഡ്സ് വരെയാണ് നമ്മൾ ലാസ്റ്റ് വൺ പഠിച്ചത്. ആണോ? ഓർക്കുന്നുണ്ടോ? കുറച്ച് ദിവസമായില്ലേ? ഓർമ്മയുണ്ടോ? ഓക്കെ. then അതില് ഒരു മെത്തേഡ് കൂടി നമുക്ക് ഇനി നോക്കാനുണ്ടായിരുന്നു, ഇനർട്ടിസേഷൻ. In inertization, to bring down the toxicity of the waste and minimize the likely risk, it is mixed with cement or another inert material. Okay, അതായത് ഇനർട്ടിസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേസ്റ്റിന്റെ കാഠിന്യം, ടോക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷാംശം അല്ലെ, ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ പറഞ്ഞല്ലോ, അതില് പല ഹസാർഡ്സ് ആയിട്ടുള്ളതുണ്ട്, നോൺ ഹസാർഡ്സ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഈ പറയുന്ന ടോക്സിസിറ്റി, അതിന്റെ ഒരു വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് സിമെന്റ് പോലുള്ള മറ്റ് എന്തെങ്കിലും ഇനേർട്ട് മെറ്റീരിയൽ, ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മള് ചുണ്ണാമ്പ്, കുമ്മായി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൂടി മിക്സ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു വിഷാംശം കുറയ്ക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. Around 30 to 40% of cement is blended with the waste. ഇപ്പൊ വേസ്റ്റിന്റെ ഒപ്പം തന്നെ ഒരു 30 തുടങ്ങി 40% വരെ സിമെന്റ് കൂടി ചേർത്ത് മിക്സ് ചെയ്യും. അപ്പൊ ആ ഒരു വേസ്റ്റിന്റെ ആ ഒരു വിഷാംശത്തിന്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. Then this method is useful for treating pharmaceutical and for incineration ashes having high metal content. ഇത് കൂടുതലായിട്ടും ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളിൽ നിന്നാണ് ഇങ്ങനെയുള്ളൊരു നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? ഫാർമസിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചല്ലോ, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ ഏതൊക്കെയാണ് ഫാർമസിയിൽ നിന്ന് വരുന്നത്? നമ്മൾ പറഞ്ഞു, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ അല്ലെ, ടാബ്ലറ്റുകൾ ഉണ്ടാകും, വാക്സിൻസുകളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ആ വിഷാംശം കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്ന. അതുപോലെ തന്നെ എന്താണ്, ഹാവിങ് ഹൈ മെറ്റൽ കണ്ടന്റ് ഉള്ള ഉയർന്ന എന്താണ് ലോഹത്തിന്റെ ചാരമൊക്കെ ഉണ്ടാവും അല്ലെ. ഹൈ മെറ്റൽ കണ്ടന്റിന്റെ ആ ഒരു ചാരം, അതിനൊക്കെ നമുക്ക് ഈ ഒരു സിമെന്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിഷാംശം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇനർട്ടിസേഷൻ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ ആണ്. അതായത് ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ബയോമെഡിക്കൽ മാലിന്യങ്ങളെ ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡ്സുകളാണ് നമ്മൾ നോക്കിയത്. ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് ഇറാഡിയേഷൻ, കെമിക്കൽ മെത്തേഡ്സ് ആൻഡ് പ്ലാസ്മ പൈറോളിസിസ്, ലാൻഡ് ഡിസ്പോസൽ, ദെൻ ഇനർട്ടിസേഷൻ. ഈ ഒരു രീതികളിലൂടെ ഓരോ ബയോമെഡിക്കൽ മാലിന്യങ്ങളെയും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം. അപ്പൊ ഓരോ അതിനും യോജിച്ചത് ഏത് മെത്തേഡ് ആണോ ആ മെത്തേഡിലാണ് നമ്മൾ അതിനെ ഡിസ്പോസൽ ചെയ്യുന്നത്. ഓക്കെ, ട്രീറ്റ്മെന്റ്സ് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഡിസ്പോസൽ ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയതാണ്. സോ ഇനി നമ്മൾ വീണ്ടും നമ്മളുടെ ആ ഒരു ടേബിളിലോട്ട് പോകാം. ഇല്ല, നമ്മളവിടെ ടേബിൾ അവിടെ ഇട്ടുകൊണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസലിലോട്ട് ചാടിയത്. ആണോ? എന്തുകൊണ്ടാണ് ചാടിയത് ഇനി ടേബിൾ എടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി എല്ലാവരും ടേബിൾ എടുക്കുക. ടെക്സ്റ്റ് ബുക്കില്ല, നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ളൊരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും വരുന്നത് ഈ ഒരു ടേബിളിന്റെ ഉള്ളിൽ നിന്നായിരിക്കും. ഓക്കെ, സോ ടേബിള് കമ്പൽസറി ആയിട്ട് എല്ലാവരും പഠിക്കണം. ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ മാക്സിമം എന്റെ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ടേബിൾ പഠിപ്പിക്കാറുണ്ട്. പഠിപ്പിക്കാറ് മീൻസ് പഠിച്ചെടുക്കണം. നിങ്ങൾ പഠിച്ചേ പറ്റൂ. അത്
അതിനുവേണ്ടി ഞാൻ ടേബിളിന് വേണ്ടി മാക്സിമം ഞാൻ എന്റെ സമയം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങളും എന്റെ ഒപ്പം നിൽക്കാം. ഓക്കെ, അപ്പൊ പഠിക്കണം. നമ്മൾ ക്ലാസ്സിലൂടെ തന്നെ ആ ടേബിൾ നമ്മൾ പഠിച്ചിട്ട് പോവാം. വീട്ടിലിരുന്ന് നിങ്ങൾ ഇനി പഠിച്ച സമയം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ടേബിൾ സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, അപ്പൊ ടേബിളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. വേസ്റ്റ് കാറ്റഗറി, ഓരോ വേസ്റ്റിന്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. Then types of waste, ആ കാറ്റഗറിയിൽ പെടുന്ന വേസ്റ്റ് ഏതാണ്. Then color and type of container, ആ ടൈപ്പ് വേസ്റ്റുകൾ ഏത് കളർ കോഡുള്ള കണ്ടെയ്നറിൽ നിക്ഷേപിക്കണം. Then last one, treatment and disposal method, കണ്ടോ ആ വേസ്റ്റിന് ഏത് രീതിയിലാണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യേണ്ടത്. ഡിസ്പോസൽ മെത്തേഡിലൊക്കെ നോക്കി നിങ്ങൾ താഴെ കണ്ടോ, ഇൻസിനറേഷൻ, ഡീപ് ഫ്യൂരിയൽ, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ? ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസല് പഠിച്ചോ? സോ അതുകൊണ്ടാണ് ഇത് ഓൾറെഡി ഞാൻ എടുത്തിട്ട് ടേബിളിലോട്ട് വരാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസല് വീണ്ടും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. ഇൻസിനറേഷൻ എന്താണ്, ഓട്ടോക്ലേവിംഗ് എന്താണ്, മൈക്രോവേവിംഗ് അല്ലെ, ലാൻഡ് ഫില്ലിംഗ് എന്താണ്, ഇത് ഞാൻ ഇവിടെ പറയേണ്ടതായിട്ട് വരും. സോ ഓൾറെഡി നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്തോട്ട് വന്നിരിക്കുന്നത്. ഇനി അവിടെ നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയണില്ല, പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ എന്തുകൊണ്ടാണ് നമ്മൾ നേരെ അതിനകത്തോട്ട് പോയെന്നുള്ളത്? മനസ്സിലായോ? ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് പോയത്. ഓക്കെ, നമുക്കിനി ടേബിൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ വേസ്റ്റ് കാറ്റഗറി ആണ്. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 10 കാറ്റഗറിയാണ് പഠിക്കാനായിട്ടുള്ളത്. 10 കാറ്റഗറിയാണ്. ബയോമെഡിക്കൽ വേസ്റ്റിന് 10 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഓരോ കാറ്റഗറി, കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റിന്റെ പേര്, ടൈപ്പ് ഓഫ് വേസ്റ്റ്, അത് നിക്ഷേപിക്കേണ്ട കണ്ടെയ്നർ ഏതാണ്, അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടേബിളിലൂടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒപ്പം പഠിച്ചു പോകാം. സോ കാറ്റഗറി കണ്ടോ, കാറ്റഗറി 1, 2. ഇനി ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം. ഇവിടെ കാറ്റഗറി 1, 2 ഇത് ഓർഡർ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഓർക്കും ചുമ്മാ ജസ്റ്റ് നമ്പർ ഇട്ട് പോയേക്കാണെന്ന് വിചാരിക്കും ചില ആളുകള്. നമ്പർ കാറ്റഗറി 1, 2 അങ്ങനെ ചുമ്മാ നമ്പർ ഇട്ടേക്കണല്ല. കാറ്റഗറി 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. കാറ്റഗറി 2 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കാറ്റഗറി തിരിച്ചിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്, അല്ലാതെ ചുമ്മാ ജസ്റ്റ് നമ്പർ ഇട്ട് പോയേക്കുന്നതല്ല. ഓക്കെ, ചില ആളുകൾക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ഇനി അത് കാറ്റഗറി 1, 2 എന്ന് പറഞ്ഞ നമ്പർ ആണെന്ന് വിചാരിക്കും. അത് പഠിക്കാനുണ്ട് നമുക്ക് ഏത് കാറ്റഗറി ആണെന്ന്. ഓക്കെ, കാറ്റഗറി നമ്പർ കൃത്യമായിട്ട് പഠിക്കണം. ആ നമ്പറിൽ വരുന്ന ടൈപ്പ് ഏതാണ്, ഏത് ടൈപ്പ് വേസ്റ്റ് ആണ്. ഓക്കെ, ദെൻ നോക്കാം. ഇപ്പൊ കാറ്റഗറി 1 നമുക്ക് നോക്കാം. കാറ്റഗറി 1 എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 1 ആണ്, ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. അപ്പോ ഇത് പഠിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഈ ടേബിളില് ടൈപ്പ് ഓഫ് വേസ്റ്റില് ഡാർക്കൻ ചെയ്തവർ എഴുതിയിട്ടുണ്ട് ടേബിളില് കണ്ടോ. ടെക്സ്റ്റില് കുറച്ച് ഡാർക്ക് ആയിട്ട് എഴുതിയിട്ടില്ലേ കണ്ടോ. ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്, അനിമൽ വേസ്റ്റ്, മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റ്, ദെൻ വേസ്റ്റ് ഷാർപ്പ്, ഡിസ്കാർഡഡ്. ആ ഡാർക്കൻ ചെയ്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ പഠിക്കുക, അതാണ് ആ ടൈപ്പ്. ക്ലിയർ ആണോ? ഡാർക്കൻ ചെയ്ത് എഴുതിയിട്ടില്ലേ, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, ബൈ ഹാർട്ട് തന്നെ പഠിക്കാം. ദെൻ അതിന് താഴെ അവർ എഴുതിയിരിക്കുന്നത് അതിന്റെ ഉള്ളിൽ പെടുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഡാർക്കൻ ചെയ്തിരിക്കുന്നത് പഠിക്കണം. ഓക്കെ, നോക്കാം കേട്ടോ. അപ്പൊ കാറ്റഗറി നമ്പർ 1, കാറ്റഗറി നമ്പർ 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്, അതായത് മനുഷ്യന്റെ ശരീരഘടനപരമായിട്ടുള്ള വേസ്റ്റുകളാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, ഇതൊക്കെ ഈ ടൈപ്പ് വേസ്റ്റുകളാണെന്ന്. ഹ്യൂമൻസിന്റെ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകൾ. ദെൻ ഇത് നമ്മൾ നിക്ഷേപിക്കേണ്ട കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും. യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. ദെൻ ഇതിന് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂരിയൽ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു, പഠിച്ചു അല്ലെ. ഇൻസിനറേഷൻ ടെക്നോളജി നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നമുക്ക് അതിനെ ദഹിപ്പിച്ചു കളയാവുന്ന ഈ വസ്തുക്കളെ.
അല്ലെങ്കിൽ ഡീപ് ബ്യൂരിയൽ. ഡീപ് ബ്യൂരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ ഇതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുക, അടക്കം ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ കാറ്റഗറി നമ്പർ 1 പഠിച്ചു. ഏതായിരുന്നു? ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. ദെൻ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. ഓക്കെ. ദെൻ അതിന്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത് ഇൻസിനറേഷൻ, ഡീപ് ബ്യൂരിയൽ. ക്ലിയർ ആണല്ലോ ഒന്നാമത്തെ കാറ്റഗറി. ഇനി രണ്ടാമത്തെ കാറ്റഗറി നോക്കാം. കാറ്റഗറി നമ്പർ 2. കാറ്റഗറി നമ്പർ 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ് ആണ്. അനിമൽ വേസ്റ്റ്. 1 ഏതായിരുന്നു? ഹ്യൂമൻ അനാട്ടോമിക്കൽ ആയിരുന്നു. 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ്. ഓക്കെ. അനിമൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അനിമൽ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, കാർക്കേസസ്, ബ്ലീഡിംഗ് പാർട്സ്. കാർക്കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃതശരീരങ്ങള്, അനിമൽസിന് ജീർണിച്ചിട്ടുള്ള മൃതശരീരങ്ങള്, ബ്ലീഡിംഗ് പാർട്സ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ്, ബ്ലഡ്, എക്സ്പെരിമെന്റൽ അനിമൽസ് യൂസ്ഡ് ഇൻ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് നമ്മള് അനിമൽസിന് ഉപയോഗിക്കുന്ന ആ അനിമൽസിന്റെ ആ മൃതശരീരങ്ങള്. Then waste produced by veterinary hospital and colleges. വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. പിന്നെ ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജസ് വേസ്റ്റസുകൾ, വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജ് വേസ്റ്റസുകൾ. ഇത്രയും കാര്യ വേസ്റ്റസ് ആണ് അനിമൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വീണ്ടും അത് നിക്ഷേപിക്കേണ്ടത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെയാണ്. അപ്പോ ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റും ഉണ്ട്, അനിമൽ വേസ്റ്റും യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് നിക്ഷേപിക്കുന്നത്. അതിന്റെ ഡിസ്പോസലും സെയിം തന്നെയാണ്, ഇൻസിനറേഷനും ഡീപ് ബ്യൂരിയലും. ഓക്കെ. അപ്പോ 2 കാറ്റഗറി നമ്മൾ പഠിച്ചോ? ഏതൊക്കെയായിരുന്നു? കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ, കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. രണ്ടും സെയിം യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ നിക്ഷേപിക്കാം, ഇൻസിനറേഷൻ, ഡീപ് ബ്യൂരിയൽ. ഓക്കെ. ക്ലിയർ ആണോ? പഠിച്ചോ? ക്ലിയർ ആണോ എന്നല്ല ഞാൻ പഠിച്ചോന്ന് ഞാൻ ചോദിക്കോളൂ. 10 കാറ്റഗറി കഴിഞ്ഞിട്ട് 10 കാറ്റഗറി പഠിച്ചതിന് ശേഷം ഈ 10 കാറ്റഗറിയുടെ പേര് പച്ചവെള്ളം പോലെ ഇപ്പൊ ചോദിച്ചാലും ഇനി പറയാൻ പറ്റിയിരിക്കണം. ഓക്കെ. പേരുകള് നിങ്ങൾ പഠിച്ചിരിക്കും. നമ്മളിത് പഠിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും 10 എണ്ണം നിങ്ങള് പേര് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കാറ്റഗറി 1, 2 എന്ന് പറഞ്ഞ 10 കാറ്റഗറിയിൽ നിങ്ങൾ പച്ചവെള്ളം പോലെ പറയണം. ഓക്കെ. പറയാൻ പറ്റുമോ? എല്ലാവർക്കും സാധിക്കും. അത് നോക്കാം. അപ്പോ കാറ്റഗറി 1 നോക്കി, ദെൻ കാറ്റഗറി 2. ഇനി കാറ്റഗറി 3 കൂടി ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ഞാനൊന്ന് വായിപ്പിക്കാം. ഓക്കെ. കാറ്റഗറി 3 നോക്കാം. കാറ്റഗറി 3 എന്ന് പറയുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ഇനി എന്തൊക്കെയാണ് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റിൽ വരുന്നത്? വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ്, സ്റ്റോക്സ് ആൻഡ് സ്പെസിമെൻസ്. അതായത് ലബോറട്ടറിയിൽ നിന്നും വരുന്ന വേസ്റ്റുകളൊക്കെയാണ് ഇപ്പൊ കൾച്ചേഴ്സ്. ഇപ്പൊ നമ്മള് എന്തൊക്കെയാ ബ്ലഡ്, യൂറിൻ ഇങ്ങനെയുള്ള കൾച്ചർ ചെയ്യുന്ന വസ്തുക്കള്, അതുപോലെ തന്നെ എന്താണ് മാലിന്യങ്ങള്, സ്റ്റോക്ക് എന്ന് വെച്ചിട്ടുള്ള വേസ്റ്റുകളും മറ്റും. Then live organism, micro organism, സൂക്ഷ്മജീവികള്, human and animal cell culture used in research, infectious agent from research and industrial laboratories, നിന്നുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വസ്തുക്കള്. അതുപോലെ തന്നെ ബയോളജിക്കൽ പ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസ് വേസ്റ്റ്, ടോക്സിൻസ് ആൻഡ് ഡിവൈസസ് യൂട്ടിലൈസ്ഡ് ടു ട്രാൻസ്ഫർ കൾച്ചർ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ട്യൂബുകളും മറ്റും ഉണ്ടല്ലോ, നമ്മൾ ഈ സ്പെസിമെൻസ് ഒക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാലിന്യങ്ങളൊക്കെ എടുക്കുന്ന ടെസ്റ്റ് ട്യൂബുകളും സ്ലൈഡ്സുകളും. ഇതൊക്കെയാണ് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാറ്റഗറി 3 ആണ്. ഇനി കാറ്റഗറി 3 വരുന്ന ഈ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകള് നിക്ഷേപിക്കുന്ന കളർ കോഡ് എന്ന് പറയുന്നത് കണ്ടെയ്നറിന്റെ കളർ കോഡാണ് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്, റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഒന്നില്ലെങ്കിൽ യെല്ലോയിലും നിക്ഷേപിക്കാം, അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലും നിക്ഷേപിക്കാം. ഏതെങ്കിലും രണ്ടിലും നിക്ഷേപിക്കാം. റെഡിലാണെങ്കിലും കുഴപ്പമില്ല, യെല്ലോയിലാണെങ്കിലും നിക്ഷേപിക്കാം. ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് ആണ് ലോക്കൽ ഓട്ടോക്ലേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യാം, ഓർ ഇൻസിനറേഷൻ. 3 രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം: ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ് ആൻഡ് ഇൻസിനറേഷൻ. ഓക്കെ. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് 3 കാറ്റഗറി നമ്മൾ പഠിച്ചു. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ, കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്, ദെൻ 3 എന്ന് പറയുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോ ടെക്നോളജി വേസ്റ്റ്.
മൂന്നെണ്ണം വായിച്ചു നോക്കുക. വായിക്കുന്നതിനോടൊപ്പം തന്നെ അങ്ങോട്ട് പഠിച്ചും പോയിക്കോളാം കേട്ടോ. വായിച്ചു നോക്കിയോ മൂന്ന് കാറ്റഗറി? പേര് പഠിച്ചോ എല്ലാവരും? മൂന്ന് കാറ്റഗറിയുടെ പേരുകൾ പഠിച്ചോ? കാറ്റഗറി 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ്? ഓക്കെ. ഇനി കാറ്റഗറി 4 പറയുന്നത്, കാറ്റഗറി 4 വേസ്റ്റ് ഷാർപ്പ്. നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? വേസ്റ്റ് ഷാർപ്പ് ഇത് നോക്കാം. നീഡിൽസ്, സിറഞ്ചസ്, സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര അല്ലേ? സ്കാൽപ്പൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സർജിക്കൽ ബ്ലേഡ് ആണ്, സർജറിക്ക് ഉപയോഗിക്കുന്ന ബ്ലേഡ് ആണ്. Then that might lead to punctures and wounds അല്ലെ? അതായത് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഈ ഷാർപ്പായിട്ടുള്ളത് നമുക്ക് എന്താണ് മുറിവുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ദിസ് അപ്ലൈസ് ടു ബോത്ത് യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ഷാർപ്പ്. യൂസ് ചെയ്തതാണെങ്കിലും യൂസ് ചെയ്യാത്ത ഷാർപ്പുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി വേസ്റ്റ് ഷാർപ്പ് നമ്മൾ നിക്ഷേപിക്കേണ്ട കളർ കോഡ്, കണ്ടെയ്നറിന്റെ കളർ കോഡ് ആണ് ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലുസെന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ. ഒരു പ്രത്യേകതരം കണ്ടെയ്നർ ആണ് കേട്ടോ അത്. അത് ബ്ലൂ കളറും ഉണ്ട്, വൈറ്റ് കളറും ഉണ്ട്, ട്രാൻസ്ലുസെന്റ് ആണ്, അതുപോലെ തന്നെ പഞ്ചർ പ്രൂഫ് ആണ്. പഞ്ചർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് കണ്ടെയ്നർ ആണ്. അത്യാവശ്യം നോർമൽ കണ്ടെയ്നറിനേക്കാളും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഡിസ്പോസൽ ആണ്. അതായത് കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. കാരണം നമ്മൾ ഇതിനകത്ത് ഇടുന്നത് നീഡിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് പഞ്ചർ മീൻസ് തുളങ്ങി പുറത്തോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. സോ അങ്ങനെ പുറത്തേക്ക് തുളങ്ങി വരാൻ ചാൻസ് ഇല്ലാത്ത കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു കണ്ടെയ്നർ ആണ് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ട്രാൻസ്ലുസെന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. കുറച്ചുകൂടി കട്ടി ഉണ്ടാവുന്നത്, ക്വാളിറ്റി ഉണ്ടാവുന്നതിന്. ഓക്കെ. ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിൻഫെക്റ്റിംഗ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് വഴി ഡിസിൻഫെക്റ്റിംഗ് ചെയ്യാം. പഠിച്ചത് ഓർക്കണുണ്ടോ? കെമിക്കൽ ട്രീറ്റ്മെന്റ് ഓർക്കണുണ്ടോ? കെമിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഇടാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള 1% ഹൈപ്പോക്ലോറൈറ്റോ അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ ചേർക്കാം. അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് ചെയ്യാം, ഓർ മൈക്രോവേവിംഗ് ചെയ്യാം. ന്യൂട്രിലേഷൻ ആൻഡ് ഷ്രെഡിങ്. ഷ്രെഡിങ് ആൻഡ് ന്യൂട്രിലേഷൻ എന്ന് വെച്ചാൽ ഈ വസ്തുക്കൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കീറി മുറിച്ചിട്ട് അതിനെ നമുക്ക് നശിപ്പിക്കാം. ഷ്രെഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിക്കുക, കീറി മുറിക്കുക എന്നൊക്കെ ഉള്ളത് മീനിങ് ആണ് കേട്ടോ. ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കാം. കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, ഓട്ടോക്ലേവിംഗ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, ഓർ ഷ്രെഡിങ്. ഓക്കെ. അപ്പൊ കാറ്റഗറി 4 എന്ന് പറയുന്നത് വേസ്റ്റ് ഷാർപ്പാണ്. Then category 5 നോക്കാം. Discarded medicine and cytotoxic drugs. Discarded medicine and cytotoxic drugs. Cytotoxic നമ്മൾ പറഞ്ഞു എന്താണ്? വിഷാംശമുള്ള മെഡിസിൻസുകളാണ് കാറ്റഗറി 5 എന്ന് പറയുന്നത്. Then waste makeup of wasted, contaminated and out of date medicine. എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ. അതിന് നമ്മൾ നിക്ഷേപിക്കുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ബ്ലാക്ക് കണ്ടെയ്നറിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ നമുക്കത് നിക്ഷേപിക്കാം. ഓക്കെ. ഇനി അതിന് നമ്മൾ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഇൻസിനറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫിൽ. സെക്യൂർഡ് ആയിട്ട് അതിനെ ലാൻഡ്ഫില്ല് ചെയ്യാവുന്ന. നമ്മള് ലാൻഡ്ഫില്ലുകളിൽ പഠിച്ചായിരുന്നു
ഓർക്കുന്നുണ്ടോ? രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? രണ്ട് മെത്തേഡ്സുകള് ലാൻഡ് ഫില്ലിൽ തന്നെ. മറന്നുപോയോ? ലാൻഡ് ഡിസ്പോസലിലെ രണ്ട് മെത്തേഡുകൾ പഠിച്ചു. അതില് സേഫ് ആയിട്ടുള്ള രീതി നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ് ഫില്ല് ചെയ്യാവുന്ന. ഏതാണ് സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ് ഫില്ല് എന്ന് പറയുന്നത്? പെട്ടെന്ന് ആൻസർ ആർക്കും പറയാൻ പറ്റും. ഓർമ്മയുണ്ടോ നോക്കട്ടെ ക്ലാസ്സിൽ? ഓപ്പൺ ഡംപിംഗ് ആണോ സെക്യൂർ? അഞ്ജലി, ഓപ്പൺ ഡംപിംഗ് ആണോ സെക്യൂർ ആയിട്ട്? ഏതായിരുന്നു? സാനിറ്ററി ലാൻഡ് ഫില്ല് അല്ലെ? നമ്മൾ പറഞ്ഞു ലെയർ ആയിട്ട് നമ്മള് ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിഞ്ഞ പറമ്പ് കാണുമ്പോൾ നേരെ വന്നിട്ട് ഓപ്പൺ ആയിട്ട് ഡംപ് ചെയ്യുക. അതാണോ സേഫ് ആയിട്ടുള്ളത്? ഇതുപോലെ ഡിസ്കാർഡ് മെഡിസിൻ ഒക്കെ വന്നിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ടാണോ? അല്ല അല്ലെ? നമ്മൾ ചെയ്യേണ്ടത് സാനിറ്ററി ലാൻഡ് ഫില്ലാണ്. നമ്മൾ പറഞ്ഞു സാനിറ്ററി ലാൻഡ് ഫില്ലില് നമ്മൾ ഈ വസ്തുക്കളെയൊക്കെ അണുനശീകരണം ചെയ്യും അല്ലെ? എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെയർ വൈസ് ആയിട്ട് നമ്മൾ പാളികളായിട്ട് തിരിച്ചിട്ടാണ് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ടത് സാനിറ്ററി ആണ്. ഓക്കെ, കണ്ടോ? സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ് ഫിൽ നമുക്ക് ചെയ്യാം. അപ്പൊ കാറ്റഗറി 5 ഡിസ്കാർഡഡ് മെഡിസിൻ. ഇപ്പൊ നമ്മൾ 5 കാറ്റഗറിയാണ് പഠിച്ചത്. ഒന്ന് പേരുകൾ മാത്രം ഒന്ന് പറയുകയാണ്, ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാറ്റഗറി 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടമി. ഞാൻ വായിക്കുമ്പോ എന്റെ ഒപ്പം തന്നെ ഒന്ന് വായിച്ചു പോവാട്ടോ. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. 3 microbiology and biotechnology waste. Then 4 waste shark. Then 5 discarded medicine and cytotoxic drugs. 5 കാറ്റഗറി ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. പേര് പച്ചവെള്ളം പോലെ പഠിച്ചിരിക്കണം. 5 കാറ്റഗറിയുടെ പേരുകളൊന്ന് ബൈഹാർട്ട് ചെയ്തൊന്ന് പഠിച്ചു പോവാ കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ടേ ടൈം ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ടൈം നോക്കിയിട്ട് 1-2 പേരെ കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആർക്കൊക്കെ പറയാൻ പറ്റുമോ അവരൊന്ന് 10 കാറ്റഗറിയുടെ പേരുകളൊന്ന് പറയാം. ഓക്കെയാണോ? ഓക്കെയാണോ? പഠിച്ചു കഴിഞ്ഞിട്ട് 10 കാറ്റഗറിയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. കാറ്റഗറി 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ്, 4 ഏതാണ്, 10 വരെയുള്ള കാറ്റഗറിയുടെ. ഓക്കെ ആണല്ലോ? ഓക്കെ, എല്ലാവരും ഒന്നും പറയിപ്പിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല. എങ്കിലും മാക്സിമം നിങ്ങളൊന്ന്, പറ്റില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എടുക്കാലോ. ഇനി കാറ്റഗറി 6 ആണ്. കാറ്റഗറി 6 എന്ന് പറയുന്നത് സോയിൽഡ് വേസ്റ്റ്. സോയിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലിനമായിട്ടുള്ള അണുക്കളൊക്കെയുള്ള മാലിന്യങ്ങൾ. സോയിൽഡ് വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡിലി ഫ്ലൂയിഡ്സ്. നമ്മുടെ ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ടുള്ളത് include cotton, bandage, soiled plaster dust, linens, buds and blood contaminated items. Blood ആയിട്ടുള്ള വസ്തുക്കൾ, പ്ലാസ്റ്റർ, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതിന് ശേഷം അതിന്റെ ആ ഒരു കാര്യങ്ങള്, അതുപോലെ തന്നെ തുണികൾ അല്ലയോ, പേഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള ബെഡ്സും തുണികള്, അതുപോലെ തന്നെ ബാൻഡേജസുകൾ, അതിനകത്തൊക്കെ ഫ്ലൂയിഡ് ബ്ലഡ് ഒക്കെ കലർന്നിട്ടുള്ളത്. ദെൻ അത് നമ്മള് കാറ്റഗറി 6 സോയിൽഡ് വേസ്റ്റ് നിക്ഷേപിക്കുന്ന കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്, റെഡ് പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോയിലും നിക്ഷേപിക്കാം, റെഡിലും നിക്ഷേപിക്കാം. ദെൻ അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ് ആൻഡ് മൈക്രോവേവിംഗ്. 3 രീതിയിൽ ചെയ്യാം. ഇൻസിനറേഷനും ചെയ്യും, ഓട്ടോക്ലേവിംഗും ചെയ്യും, മൈക്രോവേവിംഗും ചെയ്യും. ഓക്കെ, കാറ്റഗറി 6 സോയിൽഡ് വേസ്റ്റ്. ഇനി കാറ്റഗറി 7 എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ്. പഠിക്കാൻ എളുപ്പമുണ്ടോ? ഒരേ ആ ഒരു ടോണിൽ പഠിച്ചു പോകാം. സോയിൽഡ് സോളിഡ് എന്ന് പറഞ്ഞത് പഠിക്കുക കേട്ടോ. കാറ്റഗറി 7 സോളിഡ്. രണ്ടും മാറിപ്പോകരുതും, പലർക്കും മാറിപ്പോകുന്ന ഒരു ഏരിയയാണത്. സോയിൽഡും സോളിഡും മാറിപ്പോകും. ഫസ്റ്റ് സോയിൽഡ് ആണ്, 6 ആണ് സോയിൽഡ്, ദെൻ 7 ആണ് സോളിഡ്. സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖരമാലിന്യങ്ങൾ, കട്ടിയുള്ള ഈ മാലിന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഈ ഖരമാലിന്യങ്ങളാണ് സോളിഡ് വേസ്റ്റ് പറയുന്നത്. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസബിൾ പ്രൊഡക്ട്സ്. വൺ ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്പോസബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അതർ ദാൻ ഷാർപ്പ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് ട്യൂബിംഗ്, കത്തീറ്റേഴ്സ്, ഇൻട്രാവീനിയസ് എക്സെട്ര.
പേഷ്യൻസ് നമ്മൾ എടുത്ത ട്യൂബുകള്, കത്തീറ്ററുകള്, അതുപോലെ ഇൻട്രാവീനിയസ്, ഇതൊക്കെ ട്യൂബൊക്കെ ഇടുമല്ലോ, കാനുലാസ് ഒക്കെ ഇടുമല്ലോ, അങ്ങനെയുള്ള വസ്തുക്കളാണ് ഈ സോളിഡ് വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് നമ്മൾ നിക്ഷേപിക്കുന്ന കളർ കോഡ് എന്ന് പറയുന്നത് റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും. ഇനി അതിന് നമ്മൾ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, ഓട്ടോക്ലേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഷ്രെഡിങ്, മ്യൂട്ടിലേഷൻ, കീറി മുറിച്ച് അതിനെ നശിപ്പിക്കുക. അപ്പോ കാറ്റഗറി 6ഉം 7ഉം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, കംപ്ലീറ്റ് ഒന്ന് വായിക്കണം 6ഉം 7ഉം. വായിച്ചോ? ഇനി നിങ്ങൾ ആ ഫസ്റ്റ് തുടങ്ങി കാറ്റഗറി നമ്പറും പേരുകളും മാത്രം ഒന്ന് പെട്ടെന്ന് വായിക്കാം. 7 കാറ്റഗറി 7 വരെയുള്ളത് ആ പേരുകൾ മാത്രം പെട്ടെന്ന് ഒന്ന് വായിക്കുക കേട്ടോ ഒരു പ്രാവശ്യം. ഓക്കെ, ഇനി കാറ്റഗറി നമ്പർ 8. കാറ്റഗറി 8 നോക്കാം. ലിക്വിഡ് വേസ്റ്റ് ആണ്, ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് വാഷിംഗ്, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ഡിസിൻഫെക്ഷൻ ടാസ്ക്. അതായത് ലബോറട്ടറി പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ വാഷ് ചെയ്യുമ്പോഴും ക്ലീനിങ്ങിലും ഹൗസ് കീപ്പിങ്ങിലും ദെൻ നമ്മൾ ഡിസിൻഫെക്റ്റിംഗ് ഒക്കെ ചെയ്യുമല്ലോ, ആ പ്രവർത്തനങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റുകളാണ് ലിക്വിഡ് വേസ്റ്റ്. സോ ലിക്വിഡ് വേസ്റ്റ് ആയതിനാൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കണ്ടെയ്നറിൽ ഒന്നും നിക്ഷേപിക്കാനൊന്നും പറ്റില്ല. സോ കളർ കോഡ് ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ അതിന് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസ്. നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഇതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, അണുനശീകരണം ചെയ്യാനായിട്ടുള്ള ലിക്വിഡ്സ് എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രെയിനിൽ കൂടി നമ്മൾ വിടുന്നു. ഓക്കെ, കാറ്റഗറി നമ്പർ 8 ലിക്വിഡ് വേസ്റ്റ്. ഇനി കാറ്റഗറി നമ്പർ 9 ഇൻസിനറേഷൻ ആഷ്. എന്താ ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞാല് ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്. ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കത്തിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ചാരം, അതാണ് ഇൻസിനറേഷൻ ആഷ് എന്ന് പറയുന്നത്, കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള ചാരം. സോ അത് നമ്മൾ നിക്ഷേപിക്കേണ്ട കളർ കോഡാണ് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്. ബ്ലാക്ക് ചാരത്തിന്റെ കളറായിട്ട് ഏകദേശം ഒരു സാമ്യം ഉണ്ടെന്ന് ആലോചിക്കുക, ഓർക്കാം. ഈ ഒരു കോഡാണ് അത്. ബ്ലാക്ക് കളറായിരിക്കും, ചാരാണല്ലോ, അപ്പൊ നമ്മൾ ബ്ലാക്ക് ആയിട്ട് തന്നെ കരുതാം. സോ ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിൽ നിക്ഷേപിക്കുക. ദെൻ അതിനെ ഡിസ്പോസൽ ചെയ്യുന്നത് ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ്ഫിൽ ചെയ്യാന്ന്. കാരണം നമ്മൾ ഈ ഒരു ചാരമാണല്ലോ, അപ്പൊ അത് മുനിസിപ്പൽ ലാൻഡ്ഫിൽ മീൻസ് അധികം ആളൊഴിഞ്ഞ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്കത് ലാൻഡ്ഫിൽ ചെയ്യാം. Then last one, category 10. അതുകൂടി പറയാലോ, എന്നിട്ട് വായിപ്പിക്കാം കേട്ടോ. കാറ്റഗറി 10 എന്ന് പറയുന്നത് ഓപ്പൺ ഡംപിംഗ് ആണോ എന്ന്. ഓക്കെ, ഇവിടെ മീൻസ് ഇൻസിനറേഷൻ ആഷാണ്. സോ അതിന് നമ്മൾ വീണ്ടും ലാൻഡ്ഫില്ല് ഓപ്പൺ ഡംപിംഗ് ചെയ്താലും പ്രശ്നമില്ല, കാരണം അത്ര കെമിക്കൽസ് ഒന്നും അല്ല, ഏകദേശമായിട്ട് അണുക്കളൊക്കെ കത്തി കഴിഞ്ഞത് തന്നെയാണ്. സോ
സോ ഓപ്പൺ ഡംപിങ് ചെയ്യാം, അത് ഇതുപോലെ തന്നെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയയിൽ ചെയ്യാം. ഓക്കെ. Then last one, category 10. Category 10 എന്ന് പറയുന്നത് കെമിക്കൽ വേസ്റ്റ് ആണ്. കെമിക്കൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. Chemicals used in manufacture of biological products. Biological products ന്റെ അവിടുത്തെ കെമിക്കൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസുകൾ, അതുപോലെ തന്നെ ക്ലീൻ സർഫേസ്, നമ്മൾ ക്ലീനേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളത്. കെമിക്കൽസ് യൂസ്ഡ് പെസ്റ്റിസൈഡ്, കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് കെമിക്കൽ വേസ്റ്റിൽ പറയുന്നത്. വീണ്ടും അത് നിക്ഷേപിക്കുന്നത് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും. ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസ്, അല്ലെ? കെമിക്കൽ വേസ്റ്റുകളാണ്. സോ നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഡ്രെയിൻസിലൂടെ വിടാം. ഫോർ ലിക്വിഡ്സ്, ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ ഇത് ഡ്രെയിനേജിൽ കൂടി കളയാം. അല്ലെങ്കിൽ മറ്റ് ഇപ്പോ ലിക്വിഡ് അല്ലാത്ത രീതിയിലുള്ള സോളിഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിലോ സെക്യൂർഡ് ലാൻഡ്ഫില്ല് ഓർ ഫോർ സോളിഡ് സെക്യൂർഡ് ലാൻഡ്ഫില്ല് ചെയ്യാവുന്ന, അതായത് സാനിറ്ററി ലാൻഡ്ഫില്ല് ചെയ്യുക. ലിക്വിഡ് ആണെങ്കിൽ അതിന് നമുക്ക് ഒഴുക്കി കളയാം, അല്ലാന്നുണ്ടെങ്കിൽ സോളിഡ് ആയിട്ടുള്ളതാണെങ്കിലോ സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ്ഫില്ല് ചെയ്യും. ഓക്കെ. കാറ്റഗറി 8, 9, 10 ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് വായിക്കണം. 8, 9, 10. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? കാറ്റഗറി 8, 9 and 10. ഓക്കെ. നമുക്ക് വീണ്ടും നമ്മൾ എല്ലാ കാറ്റഗറി 10 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പേരുകൾ മാത്രം ഒന്ന് നോക്കാം. കാറ്റഗറി 1 ഇതിന്റെ ഒപ്പം വായിച്ചു പോണേ. Category 1, human anatomical waste. Category 2, animal waste. Category 3, microbiology and biotechnology waste. Category 4, waste shark. Category 5, discarded medicine. Category 6, soiled waste. Then category 7, solid. Then 8, liquid. Then 9, incineration. And 10, chemical waste. Okay. ഇനി താഴെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാറ്റഗറി 8 and 10 ലിക്വിഡ് നമ്മൾ പറഞ്ഞു 8 ലിക്വിഡ് ആണ്. സോ അവിടെ കണ്ടെയ്നറിന്റെ ആവശ്യം പറയുന്നില്ല. അതുപോലെ തന്നെ 10ല് ലിക്വിഡിന് പ്രത്യേകം കളർ കണ്ടെയ്നറുകളൊന്നും ഇല്ല, കളർ കോഡ് പറഞ്ഞിട്ടില്ല. ദെൻ നമ്മൾ പറഞ്ഞു ലിക്വിഡ് ആണെങ്കിൽ ഡ്രെയിനേജ് കൂടി കളയും അല്ലെങ്കിൽ ലാൻഡ്ഫില്ല് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ടേബിൾ ഓക്കെ ആണോ? ടേബിളിന്റെ ഒരു 50% പഠിച്ചോ എല്ലാവരും? പേരുകള് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പഠിച്ചില്ലേ? ഒരു 5 പറയാൻ പറ്റുമല്ലോ? പഠിച്ചില്ലേ? ഓക്കെ, പഠിക്കണം. നമുക്ക് ക്ലാസ്സിൽ വെച്ച് തന്നെ പരമാവധി ഇത് പഠിച്ചു പോയാലേ പറ്റുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
അടുത്ത കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്ന് എടുക്കാനുണ്ട്, കുറച്ച് എടുക്കുന്നുള്ളൂ. അടുത്ത കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് രണ്ട് പേരെ കൊണ്ട് നമുക്കൊന്ന് പറയിപ്പിക്കാം അല്ലെ, ഒന്ന് പറഞ്ഞു നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ. പേരുകൾ മാത്രം ഞാൻ ചോദിക്കുന്നുള്ളൂ, കാറ്റഗറി നമ്പറും ആ പേര് മാത്രം. ഓക്കെ, then നോക്കാം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് അടുത്ത ഭാഗമാണ്. അപ്പോ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും സ്റ്റോറേജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അടുത്ത സെക്ഷൻ. നോക്കാം, unprocessed biomedical waste must be carried only in specially arranged vehicles like trolleys in covered wheelbarrows. Unprocessed biomedical waste, അതായത് എന്താണ്, സംസ്കരിക്കാത്ത മാലിന്യങ്ങള് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിൽ ലൈക്ക് ട്രോളി അല്ലെങ്കിൽ കവേർഡ് വീൽബാരോ, മീൻസ് വീൽബാരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മീൻസ് നമ്മൾ വേസ്റ്റുകൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ സ്പെഷ്യൽ ആയിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങളിൽ വേണം കൊണ്ടുപോകുവാൻ. The bags container holding biomedical waste have to be tied before transportation. നമ്മള് ഈ ഒരു കണ്ടെയ്നറോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ബാഗിലോ നമ്മൾ ഈ വേസ്റ്റുകൾ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ടേഷന് മുൻപായിട്ട് അത് ടൈഡ് ചെയ്യണം. ടൈറ്റ് ആണോ, ടൈറ്റ് ആക്കി കെട്ടിയിട്ടാണോ കൊണ്ടുപോകുന്നതെന്ന് ശ്രദ്ധിക്കണം. കാരണം പോകുന്ന വഴിയിൽ അത് റോഡിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, മീൻസ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മാലിന്യങ്ങളാണ്. സോ ബി കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ട്രാൻസ്പോർട്ടിന് മുന്നായിട്ട് അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ബിഫോർ ട്രാൻസ്പോർട്ടിംഗ് ബാഗ് കണ്ടെയ്നിങ് ബയോമെഡിക്കൽ വേസ്റ്റ്, ഇറ്റ് ഹാസ് ടു ബി accompanied by a document signed from nurse, doctor. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഈ മാലിന്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, സോ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഡ്രൈവറിന്റെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഡോക്യുമെന്റിൽ നഴ്സിന്റെയോ ഡോക്ടറിന്റെയോ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഇനി ആ ഡോക്യുമെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചേർക്കേണ്ടത്? ദാറ്റ് ഇൻക്ലൂഡ്സ് ഡേറ്റ്, ഷിഫ്റ്റ്, ക്വാണ്ടിറ്റി ആൻഡ് ഡെസ്റ്റിനേഷൻ. ആ ഇന്നത്തെ ദിവസത്തിന്റെ ഡേറ്റ്, എങ്ങോട്ടേക്കാണോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇനി ആ മാലിന്യത്തിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഡെസ്റ്റിനേഷൻ എവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ഡോക്ടറിന്റെയോ നഴ്സിന്റെയോ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഡ്രൈവറിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, then specialized vehicles needed to be well enclosed. നമ്മള് കൊണ്ടുപോകുന്ന വാഹനം, അതായത് മെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങള് വെൽ എൻക്ലോസ്ഡ് ആയിരിക്കണം, ടൈറ്റ് ആയിരിക്കണം, അടച്ചിടണം, ഓപ്പൺ ചെയ്തിടാൻ പാടില്ല. It should also be possible to wash the interior of the container completely. ഇനി നമ്മൾ ഈ വാഹനത്തിൽ മെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ടുപോയതിനു ശേഷം അത് അതിന്റെ ഇന്റീരിയർ, ഉള്ളും മറ്റും ഉൾവശം, ഉള്ളു നന്നായി നല്ല രീതിയിൽ കഴുകാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. കാരണം മാലിന്യങ്ങളാണ്, ഇൻഫെക്ഷൻസും അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് വാഷ് ചെയ്യാനായിട്ടുള്ള സൗകര്യവും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വായിച്ചു നോക്കുക കേട്ടോ, അണ്ടർലൈൻ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. വായിച്ചു നോക്കുക. Okay, right. The next one, personal safety devices. The use of protective gears should be made compulsory for all staff who handle waste. നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലില് ഈ ബയോ വേസ്റ്റുകള് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ, സ്റ്റാഫുകള്, അവര് ഈ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകള് തീർച്ചയായിട്ടും PPE ധരിച്ചിരിക്കണം. അപ്പൊ അവര് വേസ്റ്റിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് അവര് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സിന് വേണ്ടി ചെയ്യേണ്ടതാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഗ്ലൗസ്.
അല്ലെ? നമ്മൾ അറിയാം മാലിന്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിരിക്കണം. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്, ഇതെല്ല ടൈപ്പ് റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് ഇൻ കളർ, യെല്ലോ കളറിലുള്ള ഗ്ലൗസ് ആയിരിക്കണം, ക്വാളിറ്റിയുള്ള റബ്ബർ ടൈപ്പ് ഗ്ലൗസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ഹാൻഡ്ലിംഗ് ദ വേസ്റ്റ് ദി ഗ്ലൗസ് ഷുഡ് ബി വാഷ്ഡ് 2 times. നമുക്ക് 1 time യൂസ് അല്ല, അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, റബ്ബർ ടൈപ്പ് ആണ്. സോ ഒരു തവണ നമ്മൾ വേസ്റ്റ് എടുത്തതിന് ശേഷം ഉപയോഗശേഷം അത് 2 times വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. The gloves should be washed after each use with soap and disinfectant. സോപ്പും ഡിസിൻഫെക്റ്റന്റും ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഗ്ലൗസ് വാഷ് ചെയ്യുവാൻ. The size should be fit the operator. ഓപ്പറേറ്ററിന് സൈസ് ഫിറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഗ്ലൗസ് വേണം ഉപയോഗിക്കാൻ. ലൂസ് ആയിട്ടുള്ള ഗ്ലൗസ് ഇടുന്നതുകൊണ്ട് യാതൊരു പ്രയോജനം കിട്ടാൻ പോണില്ല. സോ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് തന്നെ ഉപയോഗിക്കുക. Then aprons, gowns and suits. കോട്ട് ധരിക്കില്ലേ നമ്മള്? ഇപ്പോ നമ്മുടെ വീട്ടില് ഹരിത കർമ്മസേനയിലെ ചേച്ചിമാര് വരുമ്പോ അവര് നോർമൽ അവരുടെ ഡ്രസ്സിന്റെ മുകളില് കോട്ട് ധരിച്ചിട്ടുണ്ടാവും, ഗ്രീൻ കളറില് അല്ലേ? ധരിച്ചിട്ടുണ്ടാവില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? അവരുടെ യൂണിഫോം ആണ്, യൂണിഫോം അല്ല, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ കോട്ട്. അപ്പൊ അതുപോലെ എപ്രോൺസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോട്ടോ അല്ലെങ്കിൽ ഗൗൺസോ സ്യൂട്ട്സോ മറ്റു വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. ദെൻ മാസ്ക്, മാസ്ക് മെയിൻ ആയിട്ട് വെക്കണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാസ്ക്. ഗൂഗിൾസ്, ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മള് എന്താണ് കണ്ണടകൾ വെക്കാം. ഫേസ് ഷീൽഡ് മാസ്ക് വെക്കാം. Then to give protective barrier, സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. It is compulsory for personnel who works in incineration chamber. ഇൻസിനറേഷൻ ചേംബറില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അതായത് വേസ്റ്റുകൾ കത്തിക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ ഇൻസിനറേഷനില്. സോ അവിടെ വർക്ക് ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഈ ടൈപ്പ് മാസ്കുകൾ, ഫേസ് ഷീൽഡ് ആയിട്ടുള്ള മാസ്കുകളും കണ്ണടകളും നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. കാരണം എന്താണ്? ബോത്ത് നോസ് ആൻഡ് മൗത്ത് ഇഫ് പോസിബിൾ. കണ്ണും വായും മൂക്കും കവർ ചെയ്തിട്ടുള്ള മാസ്കുകൾ വേണം വെക്കാനായിട്ട്. ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ അണുക്കൾ ഫിൽറ്റർ ചെയ്യുന്ന ടൈപ്പ് മാസ്കുകളും ഉപയോഗിക്കാവുന്നു. ദെൻ ബൂട്ട്സ്, ബൂട്ട് ധരിക്കാം. ലെഗ് കവറിംഗ് ബൂട്ട്സ്, നമ്മുടെ കാല് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ടൈപ്പ് ബൂട്ട്സുകൾ ധരിക്കാം. ബൂട്ട്സ് ഓർ ഷൂസ് കവേഴ്സ് ഗിവ് greater safety to the skin when splashes or large quantities contaminated waste how to be dealt with. അതായത് വേസ്റ്റുകളൊക്കെ കത്തിക്കുമ്പോൾ തെറിക്കാനൊക്കെ, സ്പ്ലാഷ് ചെയ്യാൻ വെച്ചാൽ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഇതുപോലെ വേസ്റ്റുകളുടെ ചെറിയ അംശങ്ങളൊക്കെ തെറിച്ച് നമ്മുടെ സ്കിന്നിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. സ്കിന്നിൽ വീണിട്ടുണ്ടെങ്കിൽ അലർജിയൊക്കെ സംഭവിക്കാം. സോ അതിന് നമുക്ക് അങ്ങനത്തെ ഷൂസ് ധരിക്കണം. ഇനി the boot should be rubber soled and anti-skid type. ആന്റി-സ്കിഡ് ടൈപ്പ് ആയിരിക്കണം, റബ്ബർ ടൈപ്പ് ആയിരിക്കണം. നല്ല കട്ടിയുള്ള സേഫ്റ്റി ഷൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്ലാക്ക് കളറിൽ നല്ല കട്ടി ഉണ്ടാകും. അതുപോലെ ആന്റി-സ്കിഡ് ആണ്, തെന്നിപ്പോവുകയോ അങ്ങനെ വീണൊന്നും പോകില്ല. നല്ല റബ്ബർ ടൈപ്പ് ആയിരിക്കും. അത്യാവശ്യം നല്ല കനമുള്ള ടൈപ്പ് ഷൂ ആയിരിക്കും. അത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഷുഡ് കവർ ദ ലെഗ് അപ് ടു ദ ആംഗിൾ, ആംഗിൾ വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷൂസ് ആയിരിക്കണം ധരിച്ചിരിക്കുവാൻ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമ്മള് ആ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകള് ഉപയോഗിക്കേണ്ട വസ്തുക്കൾ. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. എളുപ്പമുള്ളത് നമുക്ക് അറിയാവുന്നത് തന്നെ കാര്യങ്ങളൊക്കെയാണ്. വായിച്ചു നോക്കുക. ഗ്ലൗസ്, എപ്രോൺസ്, മാസ്ക്, ബൂട്ട്സ്. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഇത്രയും ഭാഗം വായിക്കാം കേട്ടോ.
നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞ ഭാഗമാണ്. ഇനി ബെനഫിറ്റ്സ് ആണ് അടുത്തത് പഠിക്കാനായിട്ടുള്ളത്. ദെൻ അതോടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ വീണ്ടും ടേബിളിലേക്ക് ഒന്ന് പോകാം. ടേബിൾ പഠിച്ചോ? പേരുകൾ പഠിച്ചോ എല്ലാവരും? നമുക്കൊന്ന് ടേബിളിന്റെ പേരുകൾ മാത്രം ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഒറ്റയടിക്ക് നമുക്കൊന്ന് ആദ്യത്തെ 5 എണ്ണം ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ഏതായിരുന്നു? കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ. ദെൻ സെക്കൻഡ് ഏതായിരുന്നു? കാറ്റഗറി 2 അനിമൽ. ദെൻ മൈക്രോബയോളജി 3 മൈക്രോബയോളജി. ദെൻ 4 ഷാർക്ക് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് ഷാർക്ക് എന്ന് പറയാം കേട്ടോ. 4 ഷാർക്ക് വേസ്റ്റ്. 5 ഡിസ്കാർഡഡ് മെഡിസിൻ. പിന്നെ 6, 7, 8 എളുപ്പമാണ് പഠിക്കാൻ. സോളിഡ്, ലിക്വിഡ്, സോളിഡ്, ലിക്വിഡ്. ആ ഒരു ഒറ്റ ഫ്ലോയിൽ നമുക്ക് പറഞ്ഞു പോകാം. 6 സോളിഡ്, then 7 സോളിഡ്, then 8 ലിക്വിഡ്, 9 ഇൻസിനറേഷൻ, then 10 കെമിക്കൽ വേസ്റ്റ്. പഠിച്ചോ? പറഞ്ഞു എന്റെ ഒപ്പം. ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി. ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വായിക്കുക കേട്ടോ ടേബിള്. ഓക്കെ, പഠിച്ചോ എല്ലാവരും? ടൈപ്സുകൾ ഓക്കെ ആണോ? പഠിച്ചോ 10 ടൈപ്സുകള്? ദെൻ ആർക്ക് പറയാൻ പറ്റും? ഫസ്റ്റ് വൺ ധൈര്യത്തോടെ പറഞ്ഞോളൂ. ആരാണ് പറയാനായിട്ട് റെഡി ആയിട്ടുള്ളത്? 10 കാറ്റഗറി കേട്ടോ. ആരുമില്ല? ചലഞ്ച് എങ്ങനെ ഏറ്റെടുക്കും? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി മാത്രം പറയാട്ടോ ആദ്യം. എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കരുത്. ഓക്കെ, കുറച്ചേരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. മാം പറയട്ടെ? പറഞ്ഞോളൂ. ആ പേരുകൾ മാത്രം പറയാം കേട്ടോ. 1 എന്ന് പറയുന്നത് ഏതാണ്, 2 അങ്ങനെ ഓർഡർ അനുസരിച്ച് പറഞ്ഞോ. ഓക്കെ, കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, 2 animal waste, 3 microbiology and biotechnology waste, 4 waste sharks, 5 discarded drugs or cytotoxic drugs, 6 soiled waste, 7 solid waste, 8 liquid waste, 9 incineration ash, 10 chemical waste. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ? ഇനി അടുത്ത ഒരാള് പെട്ടെന്ന് പറഞ്ഞോളൂ. ഒരാൾ പേര് പറയണം കേട്ടോ, കറക്റ്റ്. ഓക്കെ, കുഴപ്പമില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് പറയരുത്. ആരാ? രേഷ്മയാണോ പറയുന്നത്? രേഷ്മയാണോ? ആരുമില്ല പറയാൻ? ഓക്കെ, ശ്രീകുട്ടിയാണോ പറയുന്നത്? അതെ. ഓക്കെ, ശ്രീകുട്ടി സ്റ്റാർട്ട് ചെയ്തോളൂ. Category number 1 human anatomical waste, 2 animal waste, 3 microbiology and biotechnology waste, 4 waste sharks, 5 discarded medicine and cytotoxic drugs, and 6 soiled waste, 7 solid waste, 8 liquid waste, 9 incineration ash, 10 chemical waste. ടെക്സ്റ്റ് ബുക്ക് നോക്കി ആരും പറയണില്ലല്ലോ, സത്യസന്ധമായിട്ട് തന്നെയല്ലേ എല്ലാവരും? ഓക്കെ, ആശ അല്ലേ? ഓക്കെ, ആശ പറഞ്ഞോളൂ.
ഇഷ്ടപ്പോയോ? പറഞ്ഞില്ലേ? ഓക്കെ, ടൈം പെട്ടെന്ന് പറയാട്ടോ. ആരുമില്ല പറയാൻ? ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഞാൻ പറയട്ടെ. ഓക്കെ, സ്നേഹയാണോ പറയുന്നത്? അതെ. ഓക്കെ, സ്നേഹ പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. Category 1 human anatomical waste, Category 2 animal waste, Category 3 microbiology and biotechnology waste, Category 4 waste shaft, Category 5 discarded and cytotoxic waste, Category 6 solid waste, Category 7 solid waste, Category 8 liquid waste, Category 9 incineration ash, Category 10 chemical waste. ഓക്കെ, കണ്ടോ അശ്വനി അത് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. നോക്കണ്ട, പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിക്കും, പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ ക്ലാസ്സിന്റെ ടൈമില് എന്താ പറയാ ഇന്ററാക്ഷൻ ഇല്ലാതെങ്കിലും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും അത് ആവശ്യമുള്ളൂ എന്ന് തന്നെയാണ്. ഓക്കെ, ഒരാൾക്കും കൂടി ഇനി പറയാം കേട്ടോ. ആർക്കെങ്കിലും ഒരാൾക്കും കൂടി ഇനി പറഞ്ഞോളൂ. അശ്വതിയാണോ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞ ആളാണ് അല്ലേ? അശ്വതി ട്രൈ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്തോ. Category 1 human anatomical waste, Category 2 animal waste, Category 3 microbiology and biotechnology waste, 4 waste shafts, 5 discarded medicine and cytotoxic drugs, 6 solid waste, 7 soil waste, 7 solid waste, 8 liquid waste, 9 incineration ash, 10 chemical waste. ഓക്കെ, ഇതാണ് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞത് അശ്വതി. നല്ല രീതിയിൽ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞവര് മാത്രമല്ല, ബാക്കി എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണോ? എന്റെ വിശ്വാസം മാത്രമാണോ? പഠിച്ചില്ല എല്ലാവരും? അല്ലെ, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അത് പഠിച്ചിരിക്കും. പേരുകള്, അറ്റ്ലീസ്റ്റ് പേരുകളെങ്കിലും, ദെൻ കംപ്ലീറ്റ് ടേബിള് പഠിക്കണം നിങ്ങള്. ടേബിളെങ്കിലും പേരുകളെങ്കിലും നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്നാണ്. ഓക്കെ, എല്ലാവർക്കും ഒന്ന് പറയിപ്പിക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ അങ്ങനെ പറ്റില്ലല്ലോ. എങ്കിലും നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. കുറച്ചുപേരെ കൂടി ഞാൻ പറയിപ്പിച്ചത് മാത്രം കേട്ടോ. ബാക്കിയുള്ളവർ പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. എല്ലാവരും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും അതിനു വേണ്ടി ഞാൻ പറഞ്ഞത്. സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. കാരണം എക്സാമിന് അത് ചോദിക്കും എന്നുള്ള കാര്യം ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ബോറടിക്കാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ലേ? ബോറടിച്ചോ? ഒരു വേസ്റ്റ് ആണ്, അങ്ങനെ ഒരു ചാപ്റ്റർ ആണ് അല്ലെ? വലിയ ബോറില്ലാണ്ട് നമ്മളത് ഈ ചാപ്റ്റർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? പഠിച്ചു. ഓക്കെ, ദെൻ പഠിക്കാത്തവർ ഇനിയും പഠിക്കാം. അപ്പൊ നെക്സ്റ്റ് അടുത്ത ഭാഗത്ത് നമുക്കിനി അടുത്ത ഭാഗം എടുക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ഇനി ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ബെനഫിറ്റ്സ് ആണ് എടുക്കാനായിട്ടുള്ളത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.